Hello friends, welcome to the channel. 𝙑𝙞𝙙𝙬𝙪 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു മൈക്കാണ്. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സംഭവമാണല്ലോ. നമ്മളിപ്പോൾ വർക്ക് ഫ്രം ഹോമും അതുപോലെ ഓൺലൈൻ മീറ്റിംഗ്സും ഓൺലൈൻ ക്ലാസ്സും അതുപോലെ യൂട്യൂബേഴ്സിനൊക്കെ ആവശ്യമുള്ള ഒരു സംഭവമാണ്. ഇത് JBLൻ്റെ CSLM20 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്നതും JBL തന്നെയാണ്. ഇതിൻ്റെ ഒരു ഹയർ വേർഷൻ ആയിട്ടുള്ള മോഡലാണിത്. ഇതും പക്ഷേ ഒരു 1000 രൂപ റേഞ്ച് വരുന്നുള്ളൂ. ഇതിന് പക്ഷേ 799 വരുന്നുള്ളൂ. ഇതിന് പക്ഷേ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിത് വിത്ത് ഇയർഫോണാണ് വരുന്നത്. ഒരു മൈക്കും ഒരു ഇയർഫോണും അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ മീറ്റിങ്ങും അതുപോലെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ സുഖമായിട്ട് സ്മൂത്താക്കിയിട്ട് വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ മറ്റേ നോർമൽ മൈക്കിൽ നമുക്ക് മൈക്ക് മാത്രമേ വരാറുള്ളൂ. സൗണ്ട് നമുക്ക് വേറെ സ്പീക്കറിൽ കൂടെ എങ്ങനെ കേൾക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ആ പ്രശ്നം വരുന്നില്ല. ഇൻബിൽഡായിട്ട് മൈക്ക് വരുന്നുണ്ട്. പിന്നെ JBLൻ്റെ 1 year വാരണ്ടിയും വരുന്നുണ്ട്. ഇപ്പോൾ JBL നിങ്ങൾക്ക് അറിയായിരിക്കും ഹർമൻ മാനുഫാക്ചർ ബൈ ഹർമനാണ്. ഹർമൻ എന്ന് പറയുന്നൊരു സാംസങ്ങിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ അതിനൊരു ക്വാളിറ്റി നിങ്ങൾക്ക് എന്തായാലും പണ്ടോട്ട് അറിയായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൈസ് MRP കൊടുത്തിരിക്കുന്നത് 2000 രൂപയ്ക്കാണ്. പക്ഷേ 799 ആണ് ഇപ്പോൾ ആമസോണിൽ പ്രൈസ് വരുന്നത്. എന്തായാലും ഞാൻ ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് പോയി നോക്കാം. അതുപോലെ ഈ മോഡലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഉണ്ടായിരിക്കും. ഇതിനെന്താ വെച്ചാൽ അത് ലെങ്തി കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് ഇതിനൊരു നമുക്കിപ്പോൾ DSLR-ഉം ഇതുപോലെ മാറ്റാനുള്ളൊരു മോഡുണ്ട്. ഇപ്പോൾ അവിടെ കുടുങ്ങിക്കെടുക്കുക, അല്ലെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരായിരുന്നു. ഞാൻ എന്തായാലും കാണിച്ചു തരാം. നേരത്തെ അടുത്ത ഇതിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അടുത്തിട്ട് കാണിച്ചു തരാം. അതിൽ നമുക്കിങ്ങനെ സ്മാർട്ട് ഫോണിലും ഇതിലും ഒരു ബാറ്ററി ഇടുന്ന ഒരു അഡാപ്റ്റർ പോലത്തെ ഒരു സംഭവം ഉണ്ട്, ഒരു ആംപ്ലിഫയർ പോലത്തെ ഒരു സംഭവം. നമുക്ക് സ്മാർട്ട് ഫോൺ മോഡലാണെങ്കിൽ സ്മാർട്ട് ഫോൺ മോഡലാവും, അതുപോലെ DSLR. അതാണ് ഇതിൻ്റെ വ്യത്യാസം ഈ മോഡലിന്. പിന്നെ ഭയങ്കര ലെങ്ത് 6 മീറ്റർ ലെങ്ത് വരും. ഇതൊരു 1.8 1.9 മീറ്ററൊക്കെ ലെങ്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അൺബോക്സിംഗ് ചെയ്യാം. അപ്പോൾ നമ്മുടെ JBLൻ്റെ മൈക്കിൻ്റെ ബോക്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ബോക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ CSLM20 എന്നാണ് എൻ്റെ ബ്രാൻഡ് നെയിം, മോഡൽ നെയിം. ലാവലിയർ മൈക്രോഫോൺ വിത്ത് ഇയർഫോൺ എന്നാണ് പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പടം കാണാം, ഇയർഫോൺ വരുന്ന ടൈപ്പാണ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഇത് JBL കമേഴ്ഷ്യലിൻ്റെ ആണ് ബൈ ഹർമാൻ. ഹർമാൻ നിങ്ങൾക്കറിയാം സാംസങ്ങിൻ്റെ ഒരു സബ് ബ്രാൻഡാണ്. ഈ സൈഡിലായിട്ട് എനിക്ക് പടം കൊടുത്തിട്ടുണ്ട്, സെയിം സംഭവങ്ങളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് തന്നെ അതിനെ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് മൈക്രോഫോൺ അതുപോലെ മോഡൽ നമ്പർ AKG ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. AKGയും സാംസങ്ങിൻ്റെ ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിരിക്കും സാംസങ്ങിൻ്റെ മുമ്പ് S9 S10 ഇറങ്ങുന്ന സമയത്തൊക്കെ AKGയുടെ ഇയർഫോണാണ് കൊടുക്കാറ്. അപ്പോൾ പിന്നെ ആ പരിപാടി ഇല്ലല്ലോ ഇയർഫോണിൻ്റെ ബോക്സിൽ. പിന്നെ നമുക്കിവിടെ ഫീച്ചേഴ്സായിട്ട് ഒമ്നി ഡയറക്ഷണൽ ലാവലിയർ മൈക്രോഫോൺ വിത്ത് വിൻഷീൽഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് ഫോർ വീഡിയോ കോൾസ് ആൻഡ് കോൺഫറൻസ് കോൾ. കോമ്പാറ്റബിൾ വിത്ത് സ്മാർട്ട് ഫോൺസ് ആൻഡ് ലാപ്ടോപ്സ് കൊടുത്തിട്ടുണ്ട്. കംഫർട്ടബിൾ ഇയർഫോൺ ഫോർ റിയൽ ടൈം മോണിറ്ററിംഗ് ആൻഡ് വീഡിയോ കോൾസും കൊടുത്തിട്ടുണ്ട്. പിന്നെ പോളാർ പാറ്റേൺ ഒമ്നി ഡയറക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി റേഞ്ച് 60 Hz to 18 kHz കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈനയിലാണ്. ഇപ്പോൾ എല്ലാം സംഭവം മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയിൽ തന്നെയാണ്. ഇപ്പോൾ സാംസങ്ങൊക്കെ പക്ഷേ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറേയൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലേക്ക്. പിന്നെ ഇമ്പോർട്ടഡ് ആണ് മാർക്കറ്റ് ബൈ ഹർമാൻ ഇന്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. മാനുഫാക്ചർഡ് ബൈ ഹർമാൻ ഇന്റർനാഷണൽ ഇൻഡസ്ട്രീസ് CA. പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. സീൽഡ് ബോക്സാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വിസ് നൈഫ് എടുക്കാം. കട്ട് ചെയ്യണമല്ലോ, സീലുണ്ട് ഇതിന്. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്യാം. ഇവിടെയാണ് സീൽ അതിൻ്റെ വരുന്നത്. ഒരു വെറൈറ്റി ഒട്ടിക്കൽ ഒട്ടിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെയൊക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടി വരും. കട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് വെറൈറ്റി കട്ടിങ്ങാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ബോക്സ് എന്തായാലും ഓപ്പൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു CSLM20യുടെ ഒരു യൂസർ ഗൈഡാണ് വരുന്നത്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ശരിക്കും ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് വേണമെങ്കിൽ വായിച്ചു നോക്കാമെന്ന് മാത്രം. എല്ലാത്തിൻ്റെയും ഒരു യൂസർ ഗൈഡ് വായിച്ചു നോക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഒരു പോച്ചിലാണ് സംഭവം, കാര്യങ്ങളൊക്കെ ഇതിലിപ്പോൾ ഒന്നുമില്ല, കഴിഞ്ഞു. ഇതിപ്പോൾ പോച്ചിലാണ്. ഇതുപോലെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതും ഇതിൻ്റെ ഒരു നെക്സ്റ്റ് മോഡലായിട്ടുള്ള അതിന് 999 വരുന്നുണ്ട്. ഇതിന് പക്ഷേ 799 വരുന്നുള്ളൂ. പക്ഷേ ലെങ്ത്ത് കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് ആ DSLR-ഉം സ്മാർട്ട് ഫോണും കൺവേർട്ട് ചെയ്യാനുള്ള അഡാപ്റ്റർ പോലത്തെ മോഡൽ. അതെന്ന് വെച്ചാൽ സംഭവം അഡാപ്റ്റർ അല്ല, ശരിക്കൊരു ആംപ്ലിഫയർ എന്ന് വേണമെങ്കിൽ പറയുന്ന പോലത്തെ ഒരു എന്താ പറയുക, സ്വിച്ചൊക്കെ വരുന്നൊരു എൻഡിങ് ആണ് ഞാനത് കാണിച്ചു തരുന്നത്. നല്ല ലെങ്ത്തി സാധനമാണത്. അങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് ശരിക്കാണ്ട്. ഈ സാധനം ഞാൻ പറഞ്ഞു, ഇത് JBL തന്നെ കണ്ടു. ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. അത് 1 year ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്വാളിറ്റി സാധനം തന്നെയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര റിഫ്യൂസ് ആയിരുന്നു, എന്നിട്ടും ഒരു കുഴപ്പമില്ല സംഭവത്തിന്. ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൗച്ച്. ഇതിൽ നമുക്കൊരു വിൻഷീൽഡ് എക്സ്ട്രാ തന്നിട്ടുണ്ട്, ഒരു ക്ലിപ്പ് എക്സ്ട്രാ തന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ കൺവേർട്ടർ 3.5mm ജാക്കിൽ കുത്താനുള്ള കൺവേർട്ടർ തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും ആവശ്യമില്ല. പിന്നെ ഇത് നമുക്ക് നമ്മുടെ ഇയർഫോൺ അല്ല മൈക്ക് ഒരു കവറിലിട്ടിട്ടാണ് തന്നിരിക്കുന്നത്. നല്ല പാക്കേജിങ് തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും എടുക്കാം അത്. പിന്നെ ഒരു സിൽക്ക ജെൽ അതിനുള്ളുണ്ട്, നമുക്ക് ഫംഗസ് ഒന്നും വരാണ്ടിരിക്കുക. പിന്നെന്താ പിന്നെ നമുക്ക് ആ ഇയർഫോൺ നല്ലൊരു ക്വാളിറ്റി ഇയർഫോൺ തന്നെയാണ്. ഇത് അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട് സാധാരണ. നമുക്ക് യൂസിനൊക്കെ നമുക്ക് ഇത് മതി സത്യം പറഞ്ഞാൽ.
നമുക്ക് ഇനി ഇതെന്തായാലും കണക്ട് ചെയ്ത് നോക്കണം ഇങ്ങനെ യൂസ് സംഭവങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഊരട്ടെ ഒന്ന്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കണ്ടോ. ഞാനിതെന്തായാലും ഈ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഈ പാക്കേജിലേക്ക് തന്നെ മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതാണ് ലെങ്ത്ത് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തൊക്കെ ഉണ്ട്. ഇവിടെ അതിൻ്റെ മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്, JBL ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും എന്തായാലും ഒന്ന് വെച്ച് നോക്കാം. നമ്മുടെ JBL മൈക്ക് ഞാൻ ഊരിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ഇപ്പോൾ കാണണ്ടായിരിക്കും. ഒരു സൗണ്ട് ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ എന്തായാലും ഉറപ്പാണ് എന്താ വെച്ചാൽ അതിൻ്റെ സൗണ്ട് ഡിഫറൻസ് എന്തായാലും മൈക്കില്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല, അത്രയും ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ JBL പുതിയ മൈക്ക് നമ്മൾ വിത്ത് ഇയർഫോൺ ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കണ്ടു, ഇത്ര ലെങ്ത്ത് ഉണ്ട്, അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട്. ഒരു 2 മീറ്റർ ലെങ്ത്ത് എന്തായാലും ഉണ്ട്. നമുക്കിത് എന്തായാലും ഒന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി നോക്കി നോക്കാം. നമുക്ക് ഇതിൽ നല്ലൊരു ക്വാളിറ്റി ഇയർഫോണും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് സൗണ്ട് ഇതൊക്കെ ചെയ്യാം. നല്ല ഫിറ്റ് ഫിനിഷ് സൂപ്പർ തന്നെയാണ്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കൂടെ നമ്മൾ സൗണ്ട് കേൾക്കുന്നതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു നല്ല ക്വാളിറ്റി സംഭവം തന്നെയാണ്. വെച്ചാൽ ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്നത് JBL ആണ്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് അതിൻ്റെ കറക്റ്റ് സൗണ്ട് ക്വാളിറ്റി സംഭവങ്ങളൊക്കെ അറിയാം. പിന്നെ അതിൻ്റെ ലാസ്റ്റിങ്ങും അറിയാം. എന്താ വെച്ചാൽ എൻ്റെ നല്ല റഫ്യൂസാണ്. പിന്നെ ഒരു പൗച്ചും സംഭവങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും വലിയ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെറിയൊരു മൈക്ക് അതേപോലെ ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിന് സംഭവമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റാണ്. വെച്ചാൽ നമുക്ക് കേട്ടുകൊണ്ട് തന്നെ ഇത് കൂടെ തന്നെ റിപ്ലൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഒരു നല്ല പരിപാടി തന്നെയാണ്. അപ്പോൾ താല്പര്യം നമ്മൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുക്കും. ഇതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഞാൻ മോസ്റ്റ്ലി മുമ്പ് ഉപയോഗിക്കുന്ന ടൈപ്പിൻ്റെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നോക്കിയിട്ട് വാങ്ങട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമൊക്കെ ഡയറക്റ്റ് പോയി വാങ്ങാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയട്ടെ. അതുപോലെ എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും എല്ലാ കമൻറ്റ്സുകളും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോ ഇടുന്നതാണ് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ കമൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്തിരിക്കും. എത്ര ലേറ്റ് ആയാലും ഞാൻ റിപ്ലൈ തന്നിരിക്കട്ടെ, എത്ര കമൻറ്റ് വന്നാലും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.